അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാനാണ്. ദുറൂസിൻ്റെ സമ്പൂർണമായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് പോയി കണ്ട് ഉഷാറായി പഠിച്ച് ഫുൾ മാർക്ക് നേടണം. അത് പഠിച്ചതിന് ശേഷമാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ കാണേണ്ടത്. അപ്പോഴേ നമുക്ക് ഒരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ കിട്ടുള്ളൂ നമുക്ക് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ. അപ്പോൾ എൻ്റെ അടുത്ത് 3 ചോദ്യപേപ്പർ ഉണ്ട്. ആദ്യം കഴിഞ്ഞ വർഷം പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ, അതെന്തായാലും പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ യോജിച്ചവ ചേർക്കാം. അബ്ദുല്ലാഹിബിനുൽ മുബാറക്. ഇവിടെ എന്തൊക്കെയുള്ളത്? വിരലുകൾ ഊമ്പുക, കുറ്റപ്പെടുത്താതിരിക്കുക, സ്നേഹിക്കണം, ശ്വാസം വിടാതിരിക്കുക, മഹാപണ്ഡിതൻ, സൽക്കരിക്കുക, ഹലാലും തൊയ്യിബുമായിരിക്കുക. അപ്പൊ ഇതിലേതാ വേണ്ടിയത്? അബ്ദുല്ലാഹിബിൻ മുബാറക് മഹാപണ്ഡിതൻ അല്ലെ. കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കണം? ഹലാലും തൊയ്യിബും ആയിരിക്കുക. അടുത്ത് ഭക്ഷണത്തെ എന്താക്കരുത്? കുറ്റപ്പെടുത്താതിരിക്കുക. അടുത്ത് ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. അയൽവാസികളെ സ്നേഹിക്കണം, കുടുംബക്കാരെ സൽക്കരിക്കുക. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക. അടുത്ത ചോദ്യം 2 വീതം എഴുതാനാണ്. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന ഗുണം. കണ്ടില്ലേ? റിസ്ഖ് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ഇതിലേതെങ്കിലും ഒരു ഉത്തരം എഴുതിയാൽ മതി. അടുത്ത ചോദ്യം അയൽവാസികളോടുള്ള കടമകൾ. അയൽവാസികളോടുള്ള കടമകൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് തന്നെ നമ്മളെ പുസ്തകത്തിലുണ്ട്. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക. ഇങ്ങനെ തുടങ്ങിയ ഏറ്റവും എളുപ്പമുള്ള ഒരു 2 എഴുതിയാൽ മതി. അടുത്തത് വിരുന്നിൻ്റെ മര്യാദകൾ. ഇതാ വിരുന്നിൻ്റെ മര്യാദകൾ എന്തൊക്കെയാണ്? എളുപ്പമുള്ള പഠിച്ചാൽ മതി. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. പിന്നെ പ്രസന്ന ഭാവത്തോടെ കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. പിന്നെ ഇവിടെ ചെറുതാ, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കുക. വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുക. അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. പിന്നെ അപ്പോൾ വിരുന്നിൻ്റെ മര്യാദകൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമുള്ളത് എഴുതിയാൽ മതി. അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യം. ആരാണ് നമ്മുടെ അയൽവാസികൾ? ആരാണ്? അത് കുറച്ച് തോനെ ഇതാണ്ട്. നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. ഇവിടെ അക്ഷരം തെറ്റുന്ന സ്ഥലമാണ് ഭാഗത്തേക്കുമുള്ള, അത് ശ്രദ്ധിച്ചെഴുതണം. അടുത്ത ചോദ്യം ആരാണ് കുടുംബക്കാർ? ഇത് കുറച്ച് എഴുതാനുള്ളൂ. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്ത എന്നെങ്ങനെ എഴുതി നോക്കുക? രക്തബന്ധമുള്ളവർ, എങ്ങനെ എഴുതി നോക്കുക? ബന്ധമുള്ളവരാണ് കുടുംബക്കാർ. പഠിച്ചില്ലേ? അടുത്ത ചോദ്യം എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? ഇവിടെ ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം. എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ശരീരത്തിന്റെ ആരോഗ്യത്തിന്. അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഡാഷ് നല്ല ഭക്ഷണം കഴിക്കണം. എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ശരീരത്തിന്റെ ആരോഗ്യത്തിന്. എന്നാൽ ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ഡാഷ് വേണം. എന്താണ്? ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. അല്ലെങ്കിൽ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് എന്തിന്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ. ഇങ്ങനെ 3 ചോദ്യം ഇവിടെ നന്നായി പഠിക്കണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ എന്താ ആവശ്യമുള്ളത്? ആരോഗ്യമുള്ള ശരീരം. അത് തിരിച്ചു ചോദിക്കുക. ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് എന്തിന്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ. ഇത് രണ്ടും അല്ലാത്ത ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ശരീരത്തിന്റെ ആരോഗ്യത്തിന്. ഓക്കെ, അപ്പൊ 3 ചോദ്യം നന്നായി പഠിക്കാം. അടുത്തത് തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു എഴുതാൻ പഠിക്കുക. കണ്ടില്ലേ?
ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. അതാണ് ചൊല്ലേണ്ടത്. അടുത്തത് സ്വന്തം കുടുംബക്കാരുടെ പേരുകൾ കള്ളിയിൽ എഴുതാം. അതായത് മാതൃ കുടുംബം, ഉമ്മാന്റെ കുടുംബത്തിലെ ആളുകളുടെ പേരെഴുതാന്, അപ്പുറത്ത് പിതൃ കുടുംബത്തിലെ ആളുകൾ, പിതൃ പറഞ്ഞ ഉപ്പാന്റെ കുടുംബത്തിലെ ആളുകളെ പേരെഴുതാൻ. അപ്പൊ അത് നമ്മള് 1-ാം പാഠത്തു നിന്നുള്ള ചോദ്യമാണത്. കണ്ടോ, മാതൃ കുടുംബം. ഇവിടെ ആരൊക്കെ വന്നത്? നടുവില് ഉമ്മ, അപ്പൊ ഉമ്മാന്റെ പേരെഴുതുക. പിന്നെ ഉമ്മാന്റെ എന്താണ് ഏട്ടത്തിന്റെ അനിയത്തിന്റെ പേരെഴുതുക. ഇവിടെ ഏട്ടത്തിന്റെ പേരെഴുതുക, ഇവിടെ അനിയത്തിന്റെ പേരെഴുതുക. അതൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ വേറെ ആരെയും സങ്കല്പിച്ച് പേരെഴുതിയാൽ മതി. ഉമ്മാക്ക് ഏട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും കരയണ്ട. ഇവിടെ എന്താണ് ഉമ്മാന്റെ ആങ്ങളമാര് അഥവാ ഉമ്മാന്റെ അമ്മാവന്മാരെ പേര്, അല്ല നമ്മുടെ അമ്മാവന്മാരെ പേരെഴുതുക. ഇവിടെ ഉപ്പാന്റെ പെങ്ങന്മാരെ പേരാണ് ഈ ഭാഗത്ത് എഴുതേണ്ടത്. ഇവിടെ ഉപ്പാന്റെ പേര് എഴുതുക, ഉപ്പാന്റെ ഏട്ടന്റെ പേര്, ഉപ്പാന്റെ അനിയന്റെ പേര് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ കദീസുന്നോ പാത്തുമാന്നോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി. അടുത്തത് പൂരിപ്പിക്കാം. ഇനി ഒരാൾ ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടുട്ടോ. എങ്ങനെ? അതായത് ഉമ്മുൻ എഴുതി, ഇവിടെ ഹാലത്ത് ഹാലത്ത്, ഹാല് ഹാല്, അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. നമ്മളോട് എന്താ പറഞ്ഞത്? സ്വന്തം കുടുംബക്കാരുടെ പേരുകൾ കള്ളിയിൽ എഴുതാന്ന്, സ്വന്തം കുടുംബക്കാരെ പേര് എഴുതാനാ പറഞ്ഞത്. പിന്നെ പൂരിപ്പിക്കാം. ലൈസൽ മുഅ്മിനു ഡാഷ് വജാറുഹു ഇലാ ഡാഷ് ഇലാ ജംബിഹി. അറബിയൊക്കെ നന്നായി പഠിക്കണം. പിന്നെ അറബി ദുറൂസിലെ അറബികൾ പരീക്ഷയ്ക്ക് വരും. കണ്ടോ, ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ, ഇതാണ് ഒന്ന് വന്നത്. വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി, ജായിഉൻ, ഈ 2 വാക്കാണ് അവിടെ പൂരിപ്പിക്കാൻ വന്നത്. അപ്പോൾ അത് ഒന്നായിട്ട് കാണാതെ പഠിക്കണം. അടുത്തത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ദൈഫഹു. അതെല്ലാ പരീക്ഷയ്ക്കും, മിക്കവാറും പരീക്ഷയ്ക്കും വരാറുണ്ട്. ഫല്യുക്രിം ദൈഫഹു. ഇവിടെ വേറെ ഒന്നുണ്ട് കേട്ടോ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യസിൽ റഹിമഹു. അങ്ങനെയുണ്ട്, 2 ഉണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. അവിടെ വമൻ കാന എന്നാണ്, ഇവിടെ മൻകാന എന്നാണ്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ഇതാ അത് വിരുന്നൂട്ടൽ എന്നുള്ള പാഠത്തിലാണ്. ഒന്ന് ബന്ധുക്കളെ ഇഷ്ടമാണ് 1-ാം പാഠത്തിലും, ഒന്ന് ഇത് വിരുന്നു. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ദൈഫഹു. കണ്ടോ, ഇവിടെ ലാസ്റ്റ് എന്താണ്? ഫല്യുക്രിം ദൈഫഹു എന്നാണ്. ഫല്യുക്രിം ദൈഫഹു. മറ്റൊടുത്തോ ഫല്യസിൽ റഹിമഹു. അടുത്തത് ക്രമത്തിലാക്കാൻ. അത്അമനി മിൻ ഗൈരി ഹൗലിൻ അൽഹംദുലില്ലാഹില്ലദീ ഹാദാ വറസഖനിഹി മിന്നി വലാ ഖുവ. ഏതാ വേണ്ടി? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം ഗൾഫിൽ നടന്ന പരീക്ഷന്റെ ചോദ്യപേപ്പറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കണ്ടോ, 1-ാമത്തെ ചോദ്യം, ശരീരത്തിന്റെ ആരോഗ്യത്തിന് എന്താണ്? നല്ല ഭക്ഷണം കഴിക്കണം. ഇതാണ് അതിന്റെ ഉത്തരം. അടുത്ത്, വിരുന്നുകാരവർ റഹ്മത്താണെന്ന ആശയം എന്തൊരു നല്ല സന്ദേശം, അല്ലെ? എന്തൊരു സന്ദേശം, ഇതാണ് അതിന്റെ വാക്ക്. അടുത്ത്, അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ് എന്താണ്? കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തൽ, അല്ല അതിഥികളെ ആദരിക്കൽ. ഏതാ വേണ്ടി? ഇതാ ഇവിടെ ഈമാനിന്റെ ഭാഗമാണെന്നുണ്ട്. ഈമാനിന്റെ ഭാഗമാണ് അതിഥികളെ ആദരിക്കൽ. അപ്പൊ മറ്റേ ഉത്തരം എന്താണ്? അള്ളാഹുലും റസൂലുക്കും വലിയ ഇഷ്ടമാണ് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തൽ. പഠിച്ചില്ലേ? അടുത്തത് കണ്ടോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി. കണ്ടോ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇവിടെ വാവില്ല. അപ്പൊ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ദൈഫഹു. നമ്മള് കണ്ടില്ലേ, ഫല്യുക്രിം ദൈഫഹു എന്നാണുള്ളത്. മറ്റൊടുത്ത് വമൻ കാന എന്നുണ്ടാവും. ഏതില്? ഫല്യസിൽ റഹിമോന്റെ ചോദ്യമാണെങ്കിൽ വമൻ കാന എന്നുണ്ടാവും. അടുത്ത, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. അടുത്ത, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ എന്താവാക്കി? കുടുംബ ബന്ധം ചേർത്തു കൊള്ളട്ടെ. അവന്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ. മനസ്സിലായില്ലേ? അടുത്തത്, ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകൾ ഉണ്ട് എന്നാണോ ആവശ്യമാണ് എന്നാണോ? നമ്മൾ ശ്രദ്ധിക്കാത്ത ഭാഗമാണ് അതൊക്കെ, അല്ലേ? ഉണ്ട് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടുമോ? അതല്ല
ചില മര്യാദകൾ ഞാൻ പാലിക്കേണ്ടതുണ്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതണം. കാരണം എന്താണ്, ഇത് ഇവിടെ നിന്നുള്ള ചോദ്യമല്ലേ. അപ്പോൾ ഇവിടെ എന്താണോ ടെക്സ്റ്റ് ബുക്കിൽ അതന്നെ എഴുതണം. അപ്പോൾ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകൾ ഞാൻ പാലിക്കേണ്ടതുണ്ട്. പഠിച്ചില്ലേ? അടുത്തത് എന്ത് ചൊല്ലണം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ദിക്ർ നമ്മൾ കാണാൻ പഠിക്കണം. നേരത്തെ പരീക്ഷയ്ക്ക് വന്ന അൽഹംദുലില്ലാഹില്ലദി, ഇതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനഹി എന്ന് പറയുന്ന ആ ദിക്ർ നമ്മൾ കാണാൻ പഠിക്കണം. അടുത്ത എന്ത് ചെയ്യണം എന്ന് എഴുതാം. ഭക്ഷണം താഴെ വീണാൽ, അപ്പോൾ ഭക്ഷണം താഴെ വീണാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഫുള്ളായിട്ട് എഴുതണം. നമ്മൾ പിന്നെ ആ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ എന്താണ് ഭക്ഷണം താഴെ വീണാൽ ചെയ്യേണ്ടത്. ഇതാ, താഴെ വീണാൽ എടുത്ത് വൃത്തിയാക്കി കഴിക്കുക. എടുത്ത് വൃത്തിയാക്കി കഴിക്കുക. പഠിച്ചില്ലേ? ഭക്ഷണം താഴെ വീഴാതെ ഡാഷ് ശ്രദ്ധിക്കുക. താഴെ വീണാൽ എടുത്ത് വൃത്തിയാക്കി കഴിക്കുക. അടുത്ത് ഭക്ഷണം കഴിച്ച പാത്രം. ഭക്ഷണം കഴിച്ച പാത്രം എന്താ ചെയ്യേണ്ടത്? വിരലുകളാണെങ്കിൽ മുമ്പ് വന്ന് ചെയ്ത അല്ലേ. ഭക്ഷണം കഴിച്ച പാത്രം എന്താ ചെയ്യേണ്ടത്? കഴിച്ച ശേഷം ഇവിടെ ഭക്ഷണം കഴിച്ച പാത്രം വടിച്ചു വൃത്തിയാക്കി കഴിക്കുക. കണ്ടോ, ഇത് നമുക്ക് നമ്മളെ പരീക്ഷയ്ക്ക് വന്നു, ഇത് ഗൾഫിലെ പരീക്ഷയ്ക്ക് വന്നു. വടിച്ചു വൃത്തിയാക്കി കഴിക്കുക. വടിച്ചു വൃത്തിയാക്കി പഠിച്ചില്ലേ? അടുത്തത് നമ്മുടെ അയൽവാസികൾ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ വീടിന്റെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടി ഉറപ്പിച്ച ഖുറാസാനിലെ പണ്ഡിതൻ ആരായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉമ്മയുമായ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അർത്ഥം ഇതാനാണ്, ലൈസൽ മുഅ്മിനുല്ലദി യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി. അതൊരു പക്ഷേ ഈ വർഷം നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷം അതിന്റെ അറബി വന്നതുകൊണ്ട് ഈ വർഷം അതിന്റെ മലയാളം വരാൻ സാധ്യതയുണ്ട്. എന്താണ് അതിന്റെ മലയാളം? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് കാണാതെ പഠിക്കട്ടോ. അടുത്തത് ഒന്ന് വീതം എഴുതാനാണ്. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാലുള്ള ഗുണങ്ങൾ. അത് എല്ലാവർക്കും അറിയാം. റിസ്ക് വിശാലമാകും, ആയുസ് വർദ്ധിക്കും, അങ്ങനെ പഠിച്ചില്ലേ? അടുത്ത കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം? അവരെ സൽക്കരിക്കുക, അവരെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് എഴുതിയാൽ മതി. പിന്നെ അയൽവാസിയോടുള്ള കടമകൾ. അയൽവാസിയോടുള്ള കടമകൾ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതാണ്. അതിഥിയോട് കാണിക്കേണ്ട മര്യാദകൾ അതും നേരത്തെ പറഞ്ഞു. അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ നേരത്തെ ആ പാഠത്തിൽ തന്നെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് പറയുന്നത്. നമ്മളതിന് മനസ്സിലാക്കണം. എന്താണ് ഇവിടെ അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. ഒന്ന്. അതേപോലെ രണ്ടാമത്താണ് എന്ത്? വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും ആർക്ക് ചെയ്യേണ്ടതാണ്? വിരുന്നുകാർ ചെയ്യേണ്ടതാണ്. മറ്റുള്ളതൊക്കെ ആരെ വീട്ടിലേക്കാണോ വിരുന്നുകാർ വന്നത് അവർ ചെയ്യേണ്ടതാണ്. പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. ഈ രണ്ട് കാര്യങ്ങളും അതേപോലെ അപ്പുറത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ കൊടുക്കണം. അതൊക്കെ ആരെ പണിയാണ്? ആ വീട്ടുകാരെ പണിയാണ്. എന്നാൽ വീട്ടിലേക്ക് വിരുന്ന് വന്നത് ആരാണോ അവർക്ക് രണ്ട് പണി പാഠത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കണം. പിന്നെ വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് രണ്ടും ഓർത്തു വെക്കുക. അപ്പോൾ ഈ ചോദ്യപേപ്പറും എന്തായി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത മോഡൽ ചോദ്യപേപ്പറിലേക്ക് പോവുകയാണ്. ഇതൊരു മോഡൽ ചോദ്യപേപ്പറാണ്. നന്മകൾ യോജിപ്പിക്കാനാണ്. നന്മകൾ നശിപ്പിക്കും എന്ത്? കിബിർ, അസൂയ. സോറി, ഈ ചോദ്യപേപ്പർ ഉണ്ടല്ലോ, ഇത് കൊല്ലപ്പരീക്ഷന്റെ ചോദ്യപേപ്പറാ. സോറി കേട്ടോ, ഇംതിഹാൻ സനവിയാണ്. സോറി, ഐ ആം വെരി സോറി. ഇൻഷാല്ലാ 2 ചോദ്യപേപ്പർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇതുപോലെ വൃത്തിക്ക് പഠിച്ചാൽ അൽഹംദുലില്ലാ എല്ലാവർക്കും ഫുൾ മാർക്ക് നേടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.